കഥയാണോ സത്യ എന്ന് ചോദിച്ചാൽ കുടുംബത്തിനും കാണാം. അതായത് ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ജയറാമേട്ടൻ്റെ എല്ലാ സിനിമകളും കുടുംബം, അത് ഫാമിലി ബേസ്ഡ് ആണ് മൂവീസ് നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഈ സിനിമ കാണരുത്. ഈ സിനിമ ഒരു ഒരു കൂടുതലും ഒരു ഒരു ആക്ഷൻ, ഒരു ഒരു ഈ സത്യയുടെ ജേണി എന്ന് പറയുന്നൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള, ഇയാളുടെ ജീവിതമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ജേണി പോകുന്നത്. അപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു പെങ്ങള്, അമ്മ, അതൊന്നുമില്ല സത്യക്ക്. സത്യ ഇസ് അലോൺ, മിലൻ ഇസ് അലോൺ. എല്ലാവരും അങ്ങനെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമയിനകത്ത് സംഭവിക്കുന്നത്. ഒരു നമുക്ക് നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു കാര്യം ആണ് ഈ സിനിമയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു കുടുംബം പശ്ചാത്തലം അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ, കുട്ടികൾക്കായാലും ഫാമിലിക്കായാലും വലിയ അപ്പൂപ്പനും അമ്മമാർക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. ലീലയിൽ ഞാൻ ആ ഷോർട്ട് സ്റ്റോറി വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീലയിൽ എനിക്ക്, നമ്മൾ ഷോർട്ട് സ്റ്റോറി വായിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളത്. പക്ഷെ എനിക്കും, ഞാൻ എൻ്റെ വീട്ടുകാരും എല്ലാവരും വായിച്ചതാണ് ലീല. അപ്പം എനിക്ക് എന്നാലും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു രഞ്ജിത്ത് സാർ എന്നുള്ളൊരു ഒരൊറ്റ ആളുടെ എനിക്ക് ധൈര്യം എന്ന് പറയുന്നത് രഞ്ജിത്ത് സാറായിരുന്നു. കാരണം രഞ്ജിത്ത് സാർക്ക് അറിയാം എങ്ങനെ ആ സിനിമ മലയാളികളുടെ മുന്നിൽ എത്തിക്കണമെന്ന്. അപ്പം ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ആ സിനിമ ചെയ്തതും. ആ ഒരു വിശ്വാസം എൻ്റെ ഫാമിലിക്കും ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഒരു ഡൗട്ടോ, അയ്യോ ഇതെങ്ങനെ വരും, ഇമേജിനെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു എൻ്റെ സപ്പോർട്ടും. ഈ ഒരു എല്ലാ സിനിമകളിലും ഞാൻ വിശ്വസിക്കുന്നത് ഡയറക്ടേഴ്സിനെയാണ്. അവർക്കറിയാം മലയാളികളുടെ പൾസ് എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുണ്ടാക്കുള്ളൂ. അപ്പം അത് നമ്മൾ നോക്കിയാൽ പോരെ. ഇമേജെന്ന് അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. VKPയുടെ സിനിമയിലൊരു പോലീസ് ഓഫീസറാണ്. അത് ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, ഞാൻ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു കഥാപാത്രമാണ്. അതിനകത്ത് ഞാനുണ്ട്, വിജയേട്ടനുണ്ട്, പിന്നെ അശോകൻ അങ്കിളുണ്ട്, മുകുന്ദൻ അങ്കിളുണ്ട്, ശ്രീജിത്തേട്ടനുണ്ട്, ജോമോള് ചേച്ചി തിരിച്ചു വരികയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ആ സിനിമയിനകത്ത്. ഞാനും ബാബുചേട്ടനും ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു റൂഡ്നെസ്സും, പോലീസ് ഓഫീസറിൻ്റെ ഒരു റൂഡ്നെസ്സും ഒരു ടഫ്നെസ്സും ഒക്കെയുള്ള ഈ മിലനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. ജയറാമേട്ടൻ ഇതിനകത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ജയറാമേട്ടൻ ആ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജയറാമേട്ടൻ പറയുന്നത് ഇവർക്ക് മുന്നുണ്ടായ കോമഡി ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇനാക്ട് ചെയ്ത് കാണിച്ചു തരും. ശരിക്കും നമുക്ക് ലൈവായിട്ട് അന്ന് നടന്ന സംഭവം നമുക്ക് ശരിക്കും കണ്ണു മുമ്പിൽ കാണുന്ന പോലെ അത്രയും വളരെ രസകരമായിട്ട് അത് ഇനാക്ട് ചെയ്ത് കാണിച്ചു തരും. ചിരിയാണ് സെറ്റിൽ മുഴുവൻ. എപ്പോഴും നല്ല തമാശയാണ് ജയറാമേട്ടൻ. പ്രത്യേകിച്ചും എല്ലാവിടെയും ഞാൻ ജയറാമേട്ടനെ ഞാൻ പരിചയപ്പെടുന്നതും ഞങ്ങൾ CBL സെലിബ്രിറ്റി ബാഡ്മിൻ്റൺ ലീഗ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ജയറാമേട്ടനെ ഓൾറെഡി നന്നായിട്ട് അറിയാം, ഞങ്ങൾ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജയറാമേട്ടൻ നന്നായിട്ട് ആ സമയത്തും ഈ തമാശകൾ തന്നെയായിരുന്നു, അതേ ഫ്ലോയിൽ തന്നെയായിരുന്നു സത്യയുടെ ഷൂട്ടും. എനിക്കിപ്പോൾ പറഞ്ഞ പോലെ സ്ത്രീ കഥാപാത്രങ്ങൾ, ഭയങ്കര ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണ് മലയാളത്തിൽ വരുന്നത്. പക്ഷെ എന്നാലും ഇപ്പോൾ കുറേ കോമ്പറ്റീഷൻ അധികമാണല്ലോ, കുറേ ആക്ട്രസ് ഇപ്പം പുതുമുഖങ്ങളും ഒക്കെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാനോ ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഇനിയും സിനിമകൾ ചെയ്യണം. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. ജനങ്ങൾക്ക് എന്നെ എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിനും എല്ലാവരും അങ്ങനെ ഓരോ സിനിമകൾ തന്നാൽ തീർച്ചയായിട്ടും ആ സിനിമകളൊക്കെ ചെയ്യും. ജനങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത്രയേ ഉള്ളൂ പറയാൻ. അവാർഡ് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. ഈ അഭിനയിക്കുന്നവരെല്ലാവരും അവാർഡ് കിട്ടണം ഒക്കെ ആഗ്രഹം ഉണ്ടാവും. എന്നാൽ അവാർഡിന് വേണ്ടിയിട്ടൊരു സിനിമ അഭിനയിക്കുക എന്നല്ല, പക്ഷെ എല്ലാവർക്കും ഒരു അവാർഡ് കിട്ടിയാൽ ഒരു ഇഷ്ടപ്പെടാത്ത ആരുമില്ല അഭിനയിക്കുന്ന ആൾക്കാർ. എനിക്കും അതേപോലെ തന്നെ അവാർഡ് ഇഷ്ടമാണ്, അവാർഡ് ആഗ്രഹം ഉണ്ട്. ഞാൻ ഒരു ലീല ചെയ്ത സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവാർഡിന് സാധ്യതയുള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ അവാർഡ് കിട്ടും, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. പക്ഷെ ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പ്രതീക്ഷ ഞാൻ പൊതുവേ വെക്കാറില്ല.
കാരണം ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു അവാർഡായിട്ട് ഞാൻ എടുക്കും, അത്രയേ ഉള്ളൂ. അതിന് കൂടുതൽ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും. അപ്പം അതിൻ്റെ കാര്യമില്ലല്ലോ. എന്നിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ലീല എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഷോർട്ട് സ്റ്റോറി വായിച്ചപ്പോൾ തന്നെ എനിക്ക് ലീല എന്താണ് എന്ന് മനസ്സിലായി. ലീല ആ സിനിമ വായിച്ചാൽ നമുക്കൊരു വിഷ്വലൈസേഷൻ ഉണ്ടാവും, നമുക്ക് ലീല എന്തായിരിക്കും എന്ന്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതും ലീല എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് രഞ്ജിത്ത് സാറാണ്. രഞ്ജിത്ത് സാർ എന്നെ ഇങ്ങനെ അടുത്ത് വിളിച്ചിരുന്നിട്ട് എനിക്ക് എൻ്റെ ലീല ഇങ്ങനെയാണ് വേണ്ടത്, എൻ്റെ ലീല ഇങ്ങനെയാണ് നോക്കുക ഒരാളെ, എൻ്റെ ലീല ഇങ്ങനെയാണ് നടക്കുക, അങ്ങനെയാണ് സാർ ഓരോ ഡിസ്ക്രൈബ് എനിക്കിങ്ങനെ ചെയ്തു തരും. അപ്പോൾ പിന്നെ സാർക്ക് കൂടുതലായിട്ടും ഇവളെൻ്റെ ലീലയാണ്, എൻ്റെ എപ്പോഴും ലീല എന്നേ വിളിക്കൂ. അപ്പോൾ ലീല എന്ന് പറയാൻ കാരണം എൻ്റെ കണ്ണാണ്. അപ്പം സാറ് എന്നെ കൂടുതലായിട്ടും പഠിപ്പിച്ചത്, സാറ് എനിക്ക് ഇങ്ങനത്തെ ലുക്കാണ് എൻ്റെ ലീല ഇങ്ങനെയാണ് ഒരാളെ നോക്കുക, അല്ലെങ്കിൽ ലീലയുടെ മാനസികാവസ്ഥ ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഉള്ളിൽ അത് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ആ ഫീൽ ചെയ്ത സംഭവം റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് രഞ്ജിത്ത് സാർ തന്നെയാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും. മിലനിൽ പാർവതി ഉണ്ട്, കാരണം പാർവതിയുടെ ശബ്ദമാണ്, പാർവതിയുടെ നടത്തമാണ്, ഞാനും അത്യാവശ്യം ഫൺ ലവിങ് ആണ്. ആ പാട്ടിലുള്ള പോലെ ഓടിച്ചാടി അടിച്ചു പൊളിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. പിന്നെന്താ എല്ലാം എനിക്ക് തോന്നുന്നു. പക്ഷെ മിലൻ എൻ്റെ ശരിക്കും സ്വഭാവമാണോ എന്ന് ചോദിച്ചല്ല, എൻ്റെ സ്വഭാവമല്ല മിലന്, പക്ഷെ എൻ്റെ മാനറിസംസ് ആണ് മിലന്. ഞാൻ ഇരിക്കുന്നതും ഞാൻ വർത്താനം പറയുന്നതും, ഇപ്പോൾ കൈയൊക്കെ എടുത്ത് വർത്താനം പറയലും ഓടിച്ചാടി നടക്കലും, അതാണ് മിലൻ.